83 വയസ്സുള്ള വയോധികനും ആദിവാസികളുടെ ഉന്നമനത്തിനായി ജീവിതം ഒഴിഞ്ഞുവെച്ച ജെസ്യൂട്ട് വൈദികനായ ഫാദർ സ്റ്റാൻ സ്വാമിയെ പാവങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചുവെന്ന കുറ്റത്തിന് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. തീവ്രവാദ ബന്ധമുന്നയിച്ച് രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യപ്പെട്ട ഈ വൃദ്ധ വൈദികന്റെ ഭവനത്തിൽ നിന്ന് തെളിവുകളായി ഒരു ഇരുമ്പുമേശയും ഒരു പഴയ അലമാരയും 3 പ്ലാസ്റ്റിക് കസേരകളും കനം കുറഞ്ഞ ഒരു കിടക്കയും പോലീസ് പിടിച്ചെടുത്തിരിക്കുന്നു. 1 വർഷത്തിന് മുമ്പ് സെൻസസ് കണക്കെടുക്കുമ്പോൾ ജാർഖണ്ഡിലെ സർണ ആദിവാസികൾക്ക് പ്രത്യേകം കോഡ് വേണമെന്ന ആവശ്യത്തെ പിന്തുണച്ച് ഫാദർ സ്റ്റാൻ സ്വാമി ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റാണ് വലിയ കുറ്റമായി കണക്കാക്കി കേസെടുത്തിരിക്കുന്നത്. ഷെയിം ഓൺ യു ഇന്ത്യ, ഷെയിം ഓൺ യു. രാജ്യത്തെ പാവപ്പെട്ടവരുടെ ന്യായമായ അവകാശങ്ങൾ, അവർക്കുള്ള കുറവുകൾ, അവരുടെ ആവശ്യങ്ങൾ ഭരണാധികാരികളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണോ രാജ്യദ്രോഹ കുറ്റം? 83 വയസ്സുള്ള ഒരു വൃദ്ധനെ തെളിവുകൾ ഒന്നുമില്ലാതെ ആരെയോ പ്രീതിപ്പെടുത്താൻ തടവറയ്ക്കുള്ളിലാക്കുന്നതാണോ സ്വതന്ത്ര ഇന്ത്യയുടെ നീതിബോധം? പാവപ്പെട്ടവരായ ആദിവാസികളും ഗോത്രവിഭാഗങ്ങളും വ്യക്തി ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും ഉന്നതി നേടിയാൽ അതിന്റെ നേട്ടം രാജ്യത്തിന് തന്നെയല്ലേ? ഇതിന് തടസ്സം നിൽക്കുന്നവരല്ലേ യഥാർത്ഥത്തിൽ രാജ്യദ്രോഹികൾ? രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കുമെതിരെ വാ തോരാതെ സംസാരിക്കുന്നവർ വിലസി നടക്കുന്ന ഭാരതത്തിൽ ഭരണകൂടത്തെ നേരിട്ട് വിമർശിക്കുകയും അധിക്ഷേപിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്നവർ സംഘടിത ശക്തികളുടെ സ്വാധീനത്താൽ സംശയിക്കപ്പെടുമ്പോൾ രാജ്യദ്രോഹ കുറ്റം ചുമത്താൻ തിരഞ്ഞെടുക്കപ്പെട്ടത് 5 പതിറ്റാണ്ടുകളായി ജാർഖണ്ഡിലെ ആദിവാസികളുടെ ക്ഷേമത്തിനു വേണ്ടിയും മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയും ശബ്ദമുയർത്തിക്കൊണ്ടിരുന്ന ഫാദർ സ്റ്റാൻ സ്വാമിയാണെന്നത് എത്ര ശോചനീയമാണ്. ഇദ്ദേഹത്തിനെതിരായ കേസ് വ്യാജവും ചിലരുടെ താൽപര്യപ്രകാരം കെട്ടിച്ചമച്ചതുമാണെന്ന വസ്തുത ദേശീയ തലത്തിലെ പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേർ ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ തെളിവുകളുടെ അഭാവത്തിലും വൈദികർക്കെതിരെ കുരുക്ക് മുറുക്കാൻ ശ്രമിക്കുന്ന അന്വേഷണ ഏജൻസിയുടെ നടപടി അപലപനീയമാണ്. ഫാദർ സ്റ്റാൻ സ്വാമിക്ക് നീതി ലഭിക്കാൻ നന്മ ഉള്ളിൽ കത്തുന്നവർ ശബ്ദമുയർത്തട്ടെ. ഫ്രീ ഫാദർ സ്റ്റാൻ സ്വാമി.